സാഹസിക ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ ശാരീരിക പരിമിതി അതിന് വെല്ലുവിളിയായാലോ അതിനെയും അതിജീവിച്ച് സ്വപ്നങ്ങൾ സ്വന്തമാക്കാമെന്ന് തെളിയിക്കുകയാണ് കണ്ണൂർ പഴയങ്ങാട് സ്വദേശി റഫീഖ്. ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന കഥയാണ് റഫീഖിന്റേത്. കണ്ടിട്ട് വരാം. ജന്മന ഇരുകാലുകൾക്കും ശേഷിക്കുറവ്, കുന്നോളം മോഹങ്ങൾക്ക് മുന്നിൽ പരിമിതി വെല്ലുവിളിയാകുമെന്ന് ആദ്യമൊന്ന് ഭയന്നു. എന്നാൽ വെറുതെ ഇരിക്കാൻ ഒരുക്കമായിരുന്നില്ല റഫീഖ്. ഞാൻ ജന്മന എൻ്റെ 2 കാലും മുട്ടിന് താഴെ ശോഷിച്ച വിധത്തിലുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഈ പരിമിതി മറികടന്നത് ചില സാഹസിക പ്രവൃത്തികളിലൂടെയാണ്. ചെറുപ്പം മുതൽ അതിനെനിക്ക് കൂട്ടുകാരും നല്ല സപ്പോർട്ടായിരുന്നു, വീട്ടുകാരും നല്ല സപ്പോർട്ടായിരുന്നു എൻ്റെ സാഹസിക പ്രവൃത്തികൾക്ക്. അപ്പം ചെറുപ്പം സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ട്രക്കിങ്ങിന് പോകുമായിരുന്നു. കയാക്കിംഗ് ആയിരുന്നു ആഗ്രഹങ്ങളിൽ പ്രധാനം. പ്രതിസന്ധികളുടെ തിരമാലകളെ വകഞ്ഞുമാറ്റി കടലിലൂടെ തുഴഞ്ഞു നീങ്ങിയത് കിലോമീറ്ററുകൾ. അയൽവാസികളൊക്കെ മത്സ്യത്തൊഴിലാളികളായിരുന്നു. അപ്പം ഞാൻ ചെറുപ്പം മുതലേ അവിടുത്തെ അവരെ നാടൻ വെള്ളം എടുത്ത് തുഴയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പൂനെയിൽ നാഷണൽ പാരാഗ്ലൈഡിംഗ് അക്കാദമിയിൽ പോയപ്പോൾ അവിടെ കയാക്കിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കയാക്കിംഗ് കൂടി പ്രാക്ടീസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ മോളെ ഞാൻ കയാക്കിംഗ് പഠിപ്പിക്കുന്നു. അവളിപ്പം വേൾഡ് ലെവലിലെത്തി. കാരണം ഞാൻ ഒരുപാട് തവണ 40 കിലോമീറ്ററൊക്കെ കടലിൽ പോയിട്ടുണ്ട്. പരിമിതികൾ സ്വപ്നങ്ങൾക്ക് മുന്നിൽ വഴിമാറുമെന്ന് ജീവിതം ചൂണ്ടിക്കാട്ടി റഫീഖ് പറയുന്നു. ശാരീരിക പരിമിതി ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ വരുന്ന ഒരു അവഗണനയാണ്. അപ്പോൾ ഞാനൊരു അവഗണന മറികടന്നു. അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെ ഭിന്നശേഷിക്കാരായിട്ട് ആൾക്കാർ. അവർക്ക് ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ മൂലക്ക് ഒതുക്കുകയാണ്. നിരാശയുടെ ഇളറിയിൽ കഴിയരുത്. അതിന് നമ്മൾ സമൂഹം ഒരിക്കലും അവർക്ക് തടസ്സം സൃഷ്ടിക്കരുത്. അവർ മുന്നോട്ട് കുതിച്ചുചാട്ടത്തിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ അവരെ കുതിച്ചുചാടാൻ അനുവദിക്കണം എന്നാണ് പറയുന്നത്. സ്വപ്നങ്ങളിലേക്ക് തുഴഞ്ഞു നീങ്ങുകയാണ് റഫീഖ്. പരിമിതികൾ ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്. റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.